നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 672nd. Today 31st sloka of Pradhama Skandha, 5th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 672 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഏനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഏനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസ മായാനുഭാവമവിധം യേന ഗച്ഛന്തി തത്പദം. ഓം തത്സത്. ഏനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസ മായാനുഭാവമവിധം യേന ഗച്ഛന്തി തത്പദം. ഓം തത്സത്. ഏന ഏവ അഹം ഭഗവതോ. ഏന ഏവ അഹം. ഏനൈവാഹം എന്നുള്ളത് ഏന ഏവ അഹം ഭഗവതോ വാസുദേവസ്യ വേദസ മായാനുഭാവം ഒരു പദം തന്നെയാണ്. മായാനുഭാവം അവിധം യേന ഗച്ഛന്തി തത്പദം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. യേന ഏവ എന്ന് പറഞ്ഞാൽ ഏതൊന്നിനാൽ തന്നെ, അഹം ഞാൻ, ഭഗവാനും, വേദസ ലോകസൃഷ്ടാവുമായ വാസുദേവൻ്റെ മായാനുഭാവം മായാവൈഭവത്തെ അവിധം അറിഞ്ഞു, ഏന ഏതൊന്നിനാൽ, തത്പദം അവൻ്റെ പാദത്തെ തത്പദം അവൻ്റെ പാദത്തെ, ഗച്ഛന്തി ഗമിക്കുന്നു. അതായത് ആ മഹാത്മാക്കൾ തനിക്ക് ഉപദേശിച്ചായിട്ടുള്ള ആ ജ്ഞാനത്താൽ ലോകത്തെ രക്ഷിച്ചു സംരക്ഷിക്കുന്ന ആ വാസുദേവൻ്റെ, ആ ഭഗവാനായ വാസുദേവൻ്റെ തത്വത്തെ ഞാൻ അറിഞ്ഞു. ആ അറിവുകൊണ്ട് തന്നെ എനിക്ക് ആ ജ്ഞാനമുണ്ടാവുകയും ഞാൻ ആ ഭഗവാന്റെ പാദങ്ങളിൽ ചേരുകയും ഈശ്വര തത്വത്തിൻ്റെ അറിഞ്ഞ് ഞാൻ ആ ഈശ്വര പാദങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്തു. വാസുദേവൻ്റെ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പാദത്തോട് ചേർന്നാലല്ലാതെ വേറെ ഒന്നും ചെയ്യുവാൻ, വേറെ ഒന്നിലും താല്പര്യമുണ്ടാവുകയില്ല. അങ്ങനെ ആ ചാതുർമാസ്യ വ്രതം കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുന്ന മുനിമാർ തങ്ങളുടെ അനുയായിയായ, തങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബാലനായ നാരദരുടെ പൂർവ്വജന്മമാണ്, നാരദർക്ക് തത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതുമൂലം നാരദർക്ക് ആ പരമാത്മാവായ ഭഗവാന്റെ പ്രേമമുണ്ടാവുകയും അങ്ങനെ ആ തത്വത്തിനെ അറിഞ്ഞതുകൊണ്ട് ഭഗവത് പാദത്തോട് ചേരുവാനുള്ള അത്യാഗ്രഹം ഉണ്ടാവുകയും ചേരുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏനൈവാഹം ഭഗവതോ വാസുദേവസ്യ വേദസ മായാനുഭാവമവിധം യേന ഗച്ഛന്തി തത്പദം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.